ഗൈസ് ഫസ്റ്റ് എപ്പിസോഡ് വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് വാച്ച് ചെയ്തതിന് ശേഷം സെക്കൻഡ് എപ്പിസോഡ് കാണുക. ഗൈസ് നമ്മളിപ്പോൾ ഗോഹനമേഡിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ റൂമും സ്റ്റേയും കാര്യങ്ങളും. പിന്നെ അവിടുത്തെ നിയർ ബൈ കുറച്ച് സ്പോട്ടുകൾ വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കി സ്പോട്ടുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. സോ എപ്പിസോഡ് എല്ലാവരും ഫുള്ളായിട്ട് ഫസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. വീഡിയോന് നല്ല ലെങ്ത് ആവുന്നതുകൊണ്ടാണ് നമ്മൾ മെയിൻ സ്പോട്ടുകൾ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നെ. സോ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റും വരാട്ടുമേട് ഹിൽ ടോപ്പ്. അതിൻ്റെ റൂട്ട് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഈ കംപ്ലീറ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ്. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ വരാട്ടുമേടിലേക്കുള്ള റൂട്ട് എക്സ്പീരിയൻസ് ആണ് കാണിക്കുന്നത്. ഗൈസ്, ഈ റൂട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി പക്ക കണ്ടീഷനായിരിക്കും. ടയറിലൊക്കെ അത്യാവശ്യം ഗ്രിപ്പും കാര്യം. കാരണം ഇവിടുന്ന് മുതലാണ് ഒരു അഡ്വഞ്ചർ രീതിയിൽ ഇത് സ്റ്റാർട്ടാവുന്നത്. ഐ മീൻ ലൈക്ക് ഓഫ് റോഡ് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് മുതൽ ഒരു അഡ്വഞ്ചർ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ ഒപ്പം തന്നെ പോണ റൂട്ട്സ് ആണെങ്കിൽ ഒരു മഡി റൂട്ടാണ്, സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. സോ അതൊരു ടേക്ക് കെയർ ചെയ്ത് വേണം നമ്മൾ മുന്നോട്ടേക്ക് പോകാനായിട്ട്. സോ ഗൈസ്, നിങ്ങൾക്ക് റൂട്ട് കാണുമ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലാവും എന്തോ ഒരു റിസ്കി റൂട്ടാണെന്ന്. സോ ഓഫ് റോഡിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണ ഒരു സ്പോട്ടാണ് വരാട്ടുമേട്. സോ ഗൈസ്, നമ്മൾ ഏകദേശം വരാട്ടുമേട് എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ലെഫ്റ്റിന് ഒരു 200 മീറ്റേഴ്സ് പോകുമ്പോഴത്തേക്കാണ് ഹിൽ ടോപ്പിലേക്ക് ചെല്ലുന്നത്.
സോ ഗൈസ് നമ്മൾ ലൊക്കേഷൻ വരാട്ടുമേട് ഹിൽ ടോപ്പ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് എവിടെ എത്തിക്കഴിഞ്ഞാലും ഫുൾ ഫ്രെയിമും കാര്യങ്ങളാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞൊരു സ്പോട്ടാണ്. അതേമാതിരി സൺറൈസ് കാണാനായിട്ടും ഉദിച്ചു തന്നെ കാണാനായിട്ടും എന്തൊരു മനോഹരമാണെന്നറിയോ. സോ ഗൈസ് ഞാൻ എന്നേക്കാൾ കഴിയണ രീതിയിൽ ഞാൻ കുറച്ച് ഫ്രെയിമുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. സോ ഗൈസ് നമുക്ക് ഇവിടെ വെച്ച് കുറച്ച് ചെങ്ങായിമാരനെ കിട്ടിയിട്ടുണ്ട്. സോ അവർക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. സോ ഗൈസ് ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മസ്റ്റ് ട്രൈ സ്പോട്ട് തന്നെയാണ്. ഫോട്ടോഷൂട്ടിനാണെങ്കിലും സൺറൈസ് കാണാനാണെങ്കിൽ അതുപോലെ സൺസെറ്റ് കാണാനാണെങ്കിലും മസ്റ്റ് ട്രൈ സ്പോട്ട് തന്നെയാണ്. സോ എല്ലാവരും വിസിറ്റ് ചെയ്യുക. സോ ഗൈസ് അടുത്ത നമ്മുടെ സ്പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈൻ വാലി ഫോറസ്റ്റ് ആണ്. സോ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നത് അപ്പർ പൈൻ വാലി ഫോറസ്റ്റിലാണ്. അതല്ലാതെ ഒരു ഹിഡൻ പ്ലേസ് ഉണ്ട് ലോവർ പൈൻ വാലി ഫോറസ്റ്റ്. അത് നമ്മുടെ റിസോർട്ടിന് നിയർ ബൈ ആയിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്ക് അറിയായിരിക്കും ഈ ലോവർ പൈൻ വാലി ഫോറസ്റ്റ്. അത് നമ്മുടെ ഈ വരാട്ടുമേട് തിരിച്ചിറങ്ങണ വഴി കോഹ്ലമേടിലേക്ക് പോകണം. നമ്മൾ വന്ന റൂട്ട് തന്നെ റിട്ടേൺ തിരിച്ച് പോകുമ്പോഴാണ് ഈ ഒരു സ്പോട്ട് വന്നത്. അത്യാവശ്യം തിരക്കില്ലാതെ ഒരു കപ്പിൾസിനെ ആണെങ്കിലും ഫാമിലിക്കാണെങ്കിലും സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ലോവർ പൈൻ വാലി ഫോറസ്റ്റ് ആണ്. അതേമാതിരി തന്നെ ഇവിടെ എൻട്രി ചാർജ് വന്നത് 30 റുപ്പീസ് തന്നെയാണ്. സോ ഗൈസ് ഇവിടെ സേവ് ദ ഡേറ്റ് അങ്ങനത്തെ വീഡിയോഗ്രാഫി ഷൂട്ടിനാണെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളാവും. സോ ഗൈസ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും ഇവിടെ വലിച്ചെറിയരുത്. കാരണം ഈ ഒരു സ്പോട്ട് എന്ന് വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചേക്കുന്നതാണ്. സോ ഗൈസ് അത് മാക്സിമം ശ്രദ്ധിക്കുക. സോ ഗൈസ് ഈ വീഡിയോൻ്റെ ഫുൾ ആംബിയൻസും കാര്യങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണാം.